ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് തബീതയെക്കുറിച്ച് ഉള്ള കഥ നമുക്ക് കേൾക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. കുറച്ച് വലിയ വാക്യമാണ്, എന്നാൽ ഈസി ആയിട്ട് പഠിക്കാവുന്ന വാക്യമാണ്. എഫെസ്യ ലേഖനം 2-ന്റെ 8, 9, 10. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടുത്തെ വാക്യത്തിൽ നാം കാണുന്നത് സൽപ്രവൃത്തി ചെയ്യണമെന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവം നമ്മളെ രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അപ്പോൾ നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യോപ്പ എന്ന സ്ഥലത്ത് തബീത എന്നൊരു ശിഷ്യയുണ്ടായിരുന്നു. ആ തബീത എന്ന പേരിൻ്റെ അർത്ഥം പേടമാൻ എന്നായിരുന്നു. പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നൊരു ശിക്ഷയുണ്ടായിരുന്നു. അവൾ ദൈവത്തിൻ്റെ മകളായിരുന്നു, മാത്രമല്ല അവളൊരു ശിക്ഷയുമായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അവൾ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ഒക്കെ ചെയ്തു വരുന്ന ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവൾക്ക് ദീനം പിടിച്ചു. അവൾ സുഖമില്ലാതിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ മരിച്ചു. അപ്പോൾ അവൾക്ക് അപ്പനും അമ്മയും സഹോദരന്മാരും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. തനിച്ചായിരുന്നു താമസിക്കുന്നതെന്നും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നില്ല. എന്നാൽ അവിടെയുള്ളവർ അവളെ കുളിപ്പിച്ച് അവളെ ഒരു മാളിക മുറിയിൽ കിടത്തി. അതിനുശേഷം പത്രോസ് അടുത്ത ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ പത്രോസിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചിട്ട് പറഞ്ഞു, നീ ഒട്ടും താമസിയാതെ ഞങ്ങളുടെ അടുക്കൽ വരണം. കാരണം ഞങ്ങൾക്ക് പ്രിയയായുള്ള ഒരു ശിക്ഷ അസുഖം പിടിച്ച് മരിച്ചു. അതുകൊണ്ട് നീ ഉടനെ വരണം. പത്രോസാണെങ്കിൽ അവിടെ ആ ദിവസങ്ങളിൽ പത്രോസ് അവിടെയുള്ള എല്ലാവരോടും നടക്കുന്ന സമയത്ത് എല്ലായിടത്തും പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്തുകയും അനേകർക്ക് സൗഖ്യം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പത്രോസ്. അപ്പോൾ പത്രോസിന് ലുദ്ദ ഈ യോപ്പയ്ക്ക് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ലുദ്ദയിലുണ്ടായിരുന്ന പത്രോസിനോട് പറഞ്ഞു, നീ എത്രയും വേഗം വരണമെന്ന്. അപ്പോൾ പത്രോസ് ഓടി വന്നപ്പോൾ ഈ പത്രോസ് അവരുടെ കൂടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ മാളിക മുറിയിൽ അവളെ കിടത്തിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ചുറ്റുപാട് നിന്ന വിധവന്മാർ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ഡ്രസ്സുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച്, കുപ്പായങ്ങളും ഉടുപ്പുകളും എല്ലാം കാണിച്ച് അവരുടെ ചുറ്റും നിൽക്കുകയാണ്. അപ്പനും അമ്മയില്ലാത്തൊരു കൊച്ചായിരിക്കും, ഒരു സ്ത്രീയായിരുന്നു കാണും തബീത. എന്നാൽ അവിടെ അനേകർ അവൾക്ക് വേണ്ടി കരയാനുണ്ടായിരുന്നു. കാരണം അവളുടെ സൽപ്രവൃത്തി അത്രയും വലുതായിരുന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ശവത്തിൻ്റെ നേരെ പറഞ്ഞു, തബീതയെ എഴുന്നേൽക്കെന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. അവൾ ജീവനുള്ളവളായിട്ട് തീർന്നു. അവൾക്ക് സന്തോഷമായി. വിധവന്മാർക്കെല്ലാം സന്തോഷമായി. അവരെ വിളിച്ച് അവളെ ഏൽപ്പിച്ചു. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. അനേകർ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനിടയായിട്ട് തീർന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഇടയായിട്ട് തീർന്നു. നമുക്ക് മനപ്പാഠവാക്യം ഒന്നും കൂടെ പറയാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ എഫെസ്യർ 2-ന്റെ 9, 10 വാക്യം നമുക്കൊന്നും കൂടെ പഠിക്കാം. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അനേകം ഗുണപാഠങ്ങൾ ഇവിടെയുണ്ട്. ഒന്നാമതായി, നാം സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, അനേകർക്ക് തബീതയെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്ത് സാക്ഷ്യമാണ് പറയാനുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, തബീത കർത്താവിൻ്റെ ശിക്ഷയായിരുന്നു. ശിക്ഷയെന്ന് പറഞ്ഞാൽ
കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്ന, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ശിഷ്യന്മാരുണ്ടായിരുന്നു. തബീത് ഒരു ശിക്ഷയായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാലാമതായി, പത്രോസ് സഞ്ചരിക്കുന്ന എല്ലായിടത്തും സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. അനേക ക്രിസ്തുവിനെ വിശ്വസിക്കുവാനിടയായി. നാമം, സുവിശേഷം നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ ക്ലാസ്സിലായിരിക്കുമ്പോഴെല്ലാം സുവിശേഷം പറയേണ്ടത് ആവശ്യമാണ്. അഞ്ചാമതായി, യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ തബീത ഉയർത്തെഴുന്ന അനേകർ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആറാമതായിട്ട്, ദൈവത്തിൻ്റെ നാമം തബീതയിൽ കൂടെ മഹത്വപ്പെടുവാനിടയായി. നമ്മിൽ കൂടിയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ, സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിപ്പാൻ, മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധരായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. May God bless you all.